രാവിലെ തന്നെ നമ്മൾ ക്ലീനിങ്ങും രാവിലത്തെ കുക്കിങ്ങും പിന്നെ ഉച്ചത്തേക്ക് ബിരിയാണിക്കുള്ള എല്ലാ ജോലികളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചത്. മക്കൾക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മാറ്റാതിരിക്കാനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്ത് കൊടുത്തത് കേട്ടോ. ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രസ്സെല്ലാം മാറി നമ്മൾ പുതിയ നൈറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടാവുമല്ലോ, അതിട്ടിട്ടാണ് ബിരിയാണിയൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയത്. മിക്കവാറും എല്ലാ ലേഡീസും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. നമ്മൾ 2 or 3 സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലും 1-2 നൈറ്റി വാങ്ങിക്കും അതിൻ്റെ ഒപ്പം. അതായിരിക്കും പെരുന്നാളിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇടാൻ സാധിക്കുക. അങ്ങനെ ഞാൻ ആദ്യത്തെ ബാച്ച് ബിരിയാണി റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ പുറത്ത് നമ്മുടെ ഫ്രണ്ട്സിനും നൈബേഴ്സിനും ഒക്കെ കൊടുക്കാനുള്ള ബിരിയാണിയാണ്. ഞാനത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ള ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അവർ ഇവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മക്കളും ഹസ്ബൻഡും കൂടെ. ബിരിയാണിയൊക്കെ ദമ്മിലിട്ടിരിക്കുകയാണ് കേട്ടോ. അത് റെഡിയാകുന്ന സമയം കൊണ്ട് മക്കൾ ആദ്യം സാലഡും പായസവും ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കാനല്ല കേട്ടോ, ഇതുപോലെ ഭംഗിയായിട്ട് പാക്ക് ചെയ്യാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ അവസാനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നിരത്തി വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ബിരിയാണിയുടെ പാക്കിങ്ങും ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതെല്ലാം കാറിലെടുത്ത് വെച്ച് ഹസ്ബൻഡും മക്കളും കൂടെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവും. ഞങ്ങളുടെ പെരുന്നാൾ എന്നും ഇങ്ങനെയാണ് കേട്ടോ. അവർ പോകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വീടൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു, അതെല്ലാം പൊരിച്ച് വെച്ചിട്ട് പിന്നെ ഹസ്ബൻഡും മക്കളൊക്കെ വന്നതിന് ശേഷം ബിരിയാണിയും ചിക്കൻ 65ഉം നമ്മൾ ഉണ്ടാക്കിയ തക്കാളി മിഠായും സാലഡും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. ബിരിയാണി എല്ലാം കഴിച്ച് അല്പം നേരം കഴിഞ്ഞതും അടപ്രഥമനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.